അങ്ങനെ നമ്മുടെ ആഘോഷങ്ങളൊക്കെ പൊങ്കലിൻ്റെ ആഘോഷങ്ങളൊക്കെ ഏകദേശം കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇത് ലാസ്റ്റ് രണ്ടാമത്തെ ദിവസമാണ്. അപ്പോൾ നമ്മൾ മാവൾക്കൊക്കെ കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം പൊങ്കൽ വെക്കുകയാണ് കേട്ടോ. അപ്പോൾ അതാ കണ്ടില്ലേ, നമ്മുടെ അവിടുത്തെ എല്ലാവരും ഉണ്ട് അടുപ്പ് കൂട്ടി പൊങ്കൽ വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഇപ്രാവശ്യം അമ്മ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാ വർഷവും അമ്മ വരും. അപ്പോൾ ഇപ്രാവശ്യം അമ്മയ്ക്കൊരാഗ്രഹം പൊങ്കലൊക്കെ വെക്കണമെന്ന്. അപ്പോൾ അമ്മയും ഞാനും കൂടി ചേർന്നിട്ടാണ് പ്രാവശ്യം വെച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ. അല്ലെങ്കിൽ അധികം ഞാൻ മാത്രം ഒറ്റയ്ക്ക് നിന്നിട്ടാണ് അവിടെ ചെയ്യാറുള്ളത്. അപ്പോൾ ഇപ്രാവശ്യം അമ്മയ്ക്കൊരാഗ്രഹം അമ്മ ചെയ്യണമെന്ന്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് അവിടെ അങ്ങനെ പൊങ്കൽ വെക്കാൻ നിൽക്കുകയാണ്. അപ്പോൾ അതാ എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളത് ഓലയൊക്കെ വെച്ച് തീയൊക്കെ കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുപ്പിച്ചടുപ്പിച്ചുള്ളത് നമ്മുടെ പൊങ്കലിത് പൊങ്ങി വരുന്നുണ്ട് ഗൈസ്. അപ്പോൾ അങ്ങനെ പൊങ്കലൊക്കെ അടിപൊളിയായിട്ട് പൊങ്ങി വന്ന് നമുക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം കിട്ടി ഭഗവാനെ, അങ്ങനെയൊക്കെ നമ്മുടെ ഒരു വിശ്വാസം കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ഓരോരോ വിശ്വാസങ്ങളല്ലേ. അപ്പോൾ നമ്മുടെ പൊങ്കൽ നന്നായിട്ട് പൊങ്ങി വന്നു കേട്ടോ. ഇനി ഇത് വേഗം വേകണം. വെന്ത് കഴിഞ്ഞിട്ട് നമ്മൾ അമ്പലത്തിൽ അകത്ത് കൊണ്ട് വയ്ക്കും. എന്നിട്ട് നമ്മൾ പൂജയൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലേക്ക് പോകാറുള്ളൂ. അപ്പോൾ അതാ നമ്മുടെ പൊങ്കൽ ആയിട്ടോ. നമ്മുടെ നന്നായിട്ട് അരി വെന്ത് വന്നു. നമ്മൾ ഇരാവൂരി 2 ഗ്ലാസ്സും പിന്നെ കുറച്ച് ഒരു ഉരിയും കൂടി ഇട്ടിട്ടാണ് നമ്മൾ പൊങ്കൽ വെച്ചത്. അപ്പോൾ അതിന് ഓരോ കണക്കുകളൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ഇങ്ങനെയാണ് കേട്ടോ വെച്ചത്. അപ്പോൾ നമ്മുടെ പൊങ്കൽ വേഗം തന്നെ ആയിക്കഴിഞ്ഞു. അപ്പോൾ അമ്പലത്തിൻ്റെ അകത്ത് കൊണ്ട് വെക്കാൻ വേണ്ടിയിട്ട് അമ്മ തന്നെയാണ് കേട്ടോ പോയത്. അപ്പം അത് നമ്മൾ അവിടെ കൊണ്ട് വെച്ചു. ഇനി ഇത് പൂജയൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ വീട്ടിലേക്ക് പോകുക. അങ്ങനെ ഓരോരുത്തരുടെയും ഇത് പൂജയൊക്കെ കഴിക്കാറുണ്ട്. ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ വീട്ടിലേക്ക് പോയിട്ട് നമ്മുടെ വീട്ടിലെ ഓരോ കാര്യങ്ങൾ നോക്കാറുണ്ട്. അപ്പം അതോടുകൂടി നമ്മുടെ ഇന്നത്തെ പരിപാടി അവിടെ കഴിഞ്ഞു. പിന്നെ ഉച്ചയ്ക്ക് ഊണൊക്കെ ഉണ്ടാവും, അന്നദാനമൊക്കെ ഉണ്ട്. അവിടെ കുറച്ച് പേര് നമ്മുടെ ചേച്ചിമാരൊക്കെ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതായത് എല്ലാവരുടെയും പൊങ്കലൊക്കെ വെച്ച് ആയിക്കഴിഞ്ഞു. അപ്പോൾ ഞങ്ങളുടെ കുഞ്ഞാഘോഷം അങ്ങനെ കഴിഞ്ഞു ഗൈസ്. ഇത്രയേ ഉള്ളൂ.